കേരളത്തിലും ബീഫ് നിരോധിക്കാൻ നീക്കം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനത്തിൽ നിലപാട് അറിയിക്കാൻ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി കത്തയക്കും. കൂടുതൽ വിവരങ്ങളുമായി മനു ചേരുന്നുണ്ട്. മനു, ഇപ്പോഴത്തെ ഒരു നീക്കം നേരത്തെ നമ്മൾ ഈ അടുത്തിടെയെല്ലാം കണ്ട പോലെ ബീഫ് നിരോധനം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൊലപാതകത്തിലേക്ക് പോലും എത്തിയ സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ മുന്നോടിയായി, അതിനൊക്കെ തുടർച്ചയായെന്നോണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലുടനീളം ബീഫ് നിരോധിക്കുക എന്നതിൻ്റെ ഘട്ടമായാണോ ഇത്തരത്തിൽ ഒരു നിലപാട് അറിയിക്കാനുള്ള ഒരു കത്തയക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ? മനു. സൗമ്യ, ബീഫ് നിരോധനവും അതിനെ തുടർന്നുണ്ടായ ഇത്തരത്തിൽ ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിലുള്ള കൊലപാതകത്തിന്റെയും രാജ്യത്തെ ഞെട്ടിച്ച വാർത്തകളെ അലയൊടി തീരും മുമ്പാണ് ഇത്തരത്തിൽ കേരളത്തിലും ബീഫ് നിരോധിക്കുകയാണെന്ന ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൽ കേരളത്തിൽ ബീഫ് നിരോധിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കാര്യം നടപ്പിലാക്കുന്നതിന്റെ അജണ്ടയുടെ ഭാഗമായി ഇന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുമെന്ന് സഞ്ജീവ് ബലിയാൻ തന്നെ വ്യക്തമാക്കുന്നത് പാക്ക്ഡ് ഫുഡ് പ്രൊഡക്റ്റുകളിൽ ഇത്തരത്തിൽ ബഫല്ലോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് പോകുന്ന ഭക്ഷണ വിഭവങ്ങളിൽ പശു മാംസം കൂടി ഉണ്ടോ എന്നത് പരിശോധിക്കുന്നതിനായി രഹസ്യമായി പരിശോധിക്കണമെന്ന കാര്യം ചർച്ച ചെയ്യുവാനാണ് ഇത്തരത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ ഇത്തരത്തിൽ പശു മാംസം ഈ ഭക്ഷണ വിഭവങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇത്തരത്തിലുള്ള കേരളത്തിലടക്കം ഇത്തരത്തിൽ ഗോമാംസ നിരോധനം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്നാണ് കൃഷി വകുപ്പ് സഹമന്ത്രി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോട് നൽകിയിട്ടുള്ള സൂചനകൾ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ തന്നെ ഇത്തരത്തിൽ ഗോമാംസം നടത്തുന്നത്, പ്രത്യേകിച്ച് ഗോമാംസം അറവുശാലകൾ കേരളത്തിൽ എത്രയെണ്ണം ഉണ്ട്, ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ നൽകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കണക്കുകൾ വ്യക്തമായതിനു ശേഷം ഇത് അടച്ചുപൂട്ടുന്നതിനായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് കൂടിയാണ് ഇന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളത് എന്നാണ് സൂചന. അതേസമയം ഇന്നലെ തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ ബീഫ് നിരോധനത്തിൽ മൗനം പാലിക്കുന്നതിനെതിരെ BJP നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇന്നലെ സുശീൽ കുമാർ മോദി തന്നെ വ്യക്തമാക്കിയിരുന്നത് ബീഫ് വിരോധികളുടെയും ബീഫ് അനുകൂലികളും തമ്മിലുള്ള മത്സരമായിരിക്കും ബീഹാറിൽ നടക്കുക എന്നതുമായിരുന്നു. എന്തായാലും NDA അധികാരത്തിലെത്തിയാൽ ബീഹാറിലും പൂർണ്ണമായി ബീഫ് നിരോധിക്കുമെന്നും സുശീൽ കുമാർ മോദി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ദിഗ്വിജയ് സിംഗ് ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നത് 1957 കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ബീഫ്, പ്രത്യേകിച്ച് ഗോമാംസ നിരോധിക്കുന്ന തരത്തിലേക്കും പ്രത്യേകിച്ച് ഗോക്കളെ സംരക്ഷിക്കുന്ന നിയമങ്ങളും നടപ്പാക്കുന്നതിനായി ആദ്യം അജണ്ടകളുമായി മുന്നോട്ട് വന്നിരുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ആലോചനകളും അജണ്ടകളും നടപ്പാക്കുന്നതിനായി കൃഷി സഹമന്ത്രി തന്നെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ദിഗ്വിജയ് സിംഗിന് കൃഷി സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ തന്നെ കൃഷി വകുപ്പ് സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ തന്നെ കത്തയച്ചിട്ടുണ്ട് എന്നാണ്, കത്തയക്കുമെന്നൊരു സൂചനകളും ലഭിക്കുന്നുണ്ട്. അതായത് എത്രയും വേഗം ഇത്തരത്തിൽ ഗോമാംസ അറവുശാലകൾ നിർത്തലാക്കണം എന്നത് കാണിച്ചുകൊണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഗോമാംസ അറവുശാലകൾ നിർത്തലാക്കണം എന്ന് പ്രാവർത്തികമാക്കി. മനു, തിരികെ ഇപ്പോൾ ശ്രീ P. രാജീവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ P. രാജീവ്, കേരളത്തിലും ബീഫ് നിരോധനത്തിലുള്ള സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത്. നിലപാട് അറിയിക്കാൻ ഒരു കത്ത് നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെ കാണാം? നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നില സ്വീകരിക്കുകയും മഹാരാഷ്ട്രയിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ച പശ്ചാത്തലത്തിൽ അതിന് പറ്റുന്ന ഒരു മാതൃകാ നിയമം കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് അയക്കുമെന്ന് വളരെ നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ മുന്നോടിയായിട്ടുള്ള നിലപാടായിരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം BJP നയിക്കുന്ന RSS ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്നതിന് തയ്യാറായിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ കോൺഗ്രസ് ഗോവധത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അത്ഭുതമില്ല BJP ഇപ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാർ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിലും. കോൺഗ്രസ് അതിനോട് പലതരത്തിൽ മൃദുവായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിലും അത്തരം ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെ വേണം കാണാൻ.
ശ്രീ പി രാജു, പക്ഷേ ഇതിനോടകം തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബീഹാറിന്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ പറയുന്നത് അധികാരത്തിലെത്തിയാൽ സമ്പൂർണ്ണ ബീഫ് നിരോധനമായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിൽ, അതായത് ബീഫ് അനുകൂലികളുടെയും പ്രതികൂലികളുടെയും ഒരു പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുക എന്ന തരത്തിലൊക്കെ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഒരു ഘട്ടത്തിലെടുത്ത നിലപാടിനെ കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ആരായുന്നത്. അതുകൊണ്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ബീഫ് നിരോധനം കൊണ്ടുവരാമെന്നൊരു പ്രതീക്ഷ BJP ക്യാമ്പിനുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ ഇവിടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ചിന്തിക്കേണ്ടത് മനുഷ്യർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 44% കുട്ടികളും പോഷകാഹാരക്കുറവ് നേരിടുന്ന ഒരു രാജ്യത്ത് എന്തെങ്കിലും ഭക്ഷണം മനുഷ്യൻ കഴിക്കുന്നുണ്ടോ എന്നതായിരിക്കും ഗവൺമെന്റ് ചിന്തിക്കേണ്ടത്. അതിന് പകരം ഓരോ മാംസം നിരോധിക്കണം എന്നുള്ള വാർത്തയും തെറ്റായതും ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ഇന്ത്യയുടെ പഴയകാല സംസ്കൃതിയിലും ഇത്തരത്തിലുള്ള മാംസം കഴിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. ഋഗ്വേദത്തിലായാലും അതുപോലെ മറ്റു പുരാണങ്ങളിലായാലും ഇത് സംബന്ധിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് ശക്തമായി പ്രതികരിക്കുന്നതിന് ദേശീയ തലത്തിൽ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. കോൺഗ്രസ് എല്ലാ സന്ദർഭങ്ങളിലും വർഗീയതയോട് സ്വീകരിക്കുന്ന മൃദുവായ സമീപനം ബീഫ് നിരോധനത്തിന്റെ കാര്യത്തിലായാലും അവർ പ്രകടമായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് തയ്യാറാകാത്തതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമുക്കറിയാം, ദാദ്രയിലുണ്ടായ ഒരു സംഭവത്തിന്റെ വിഷയത്തിൽ പോലും സംസ്ഥാനത്തുടനീളം കേരളത്തിൽ പോലും വലിയ രീതിയിൽ SFI പോലെയുള്ള സംഘടനകൾ പോലും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയപ്പോഴും പ്രധാന കക്ഷിയായ കോൺഗ്രസ്, ദേശീയതലത്തിൽ പ്രധാന കക്ഷിയായ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറായിട്ടില്ല എന്നതൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെയുള്ളവർക്ക് സഹായകമാകുന്നില്ലേ? തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ഒരു മൃദുവായ സമീപനമാണ് സ്വീകരിക്കുന്നത്. നമ്മളിപ്പോ ബീഫ് ഒരാൾ കഴിക്കരുത് എന്ന് പറയുന്നത് നിയമപ്രകാരം തീരുമാനിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ ബീഫ് കഴിക്കരുത് എന്നൊരു ആഗ്രഹിക്കുന്ന ഒരു ശീലമുള്ള ഒരാൾ, സസ്യാഹാരിയായ ഒരാൾ ബീഫ് കഴിക്കണമെന്നാരും നിർബന്ധം പിടിക്കാൻ പാടില്ല. ഒരു വിഭാഗത്തിന് ഒരു മാംസം വിശ്വാസപ്രകാരം ഹറാമാണെങ്കിൽ അത് അവർ കഴിക്കാൻ പാടില്ല എന്ന നിലപാടിനോടൊപ്പം മറ്റാരും അത് കഴിക്കാൻ പാടില്ല എന്ന സമീപനം അവർ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നിലപാടുകളൊന്നുമല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതാണ് ഇപ്പോ ഈ കോൺഗ്രസിനെ കൂടി കൂട്ടുപിടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊരു തെറ്റായ ഒരു സന്ദേശം ഉളവാക്കുന്നില്ല ശ്രീ പി രാജീവ്? കാരണം തീർച്ചയായിട്ടും സൂചിപ്പിച്ചത് അവരുടെ ഒരു മൃദു സമീപനമാണ് എക്കാലത്തും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഈ രാജ്യത്ത് BJPയുടെ വളർച്ചയ്ക്കുള്ള പരിസരം ഒരുക്കിയത്. ബാബറി പള്ളി തകർച്ചയ്ക്ക് മുമ്പ് അവിടെ രാമശില സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയത്, പൂജ നടത്താൻ അനുമതി നൽകിയതെല്ലാം അത് പ്രതിഫലിക്കുന്നത്. അവിടെ ശ്രീ പി രാജീവ്, കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിലെ പോലും സാധ്യതകൾ തേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതും ഒരു പക്ഷേ ഈ കോൺഗ്രസ് നിലപാട് തന്നെയാണ്. സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ ഈ വർഗീയ പീഡന സമീപനമാണ് അത്തരത്തിലുള്ള നിലപാടിലേക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ BJP SNDP നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടുകളോടും പരസ്യമായി ശക്തമായി പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതെല്ലാം കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരം അംഗീകരിക്കുന്നതല്ല, അതിനെതിരെയുള്ള ഒരു നിലപാട് കേരളീയ സമൂഹം സ്വീകരിക്കുമെന്നാണ്. അതൊരു ഭയപ്പാടിന്റെ കൂടി ഫലമാണോ? കാരണം ഒരു ഭരണം മാത്രം എന്നൊരു തലത്തിലേക്ക്, അതിനപ്പുറത്തേക്ക് സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരു കാര്യത്തിൽ നിന്നും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിന്റെ കൂടി ഒരു ശ്രീ പി രാജീവുമായുള്ള ടെലിഫോൺ ലൈൻ കട്ടായതാണെന്ന് കരുതുന്നു. ശ്രീ പി രാജീവാണ് നമ്മുടെ സംസാരിച്ചത്. ഞങ്ങളുടെ റിപ്പോർട്ടർ മനുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനു, ഇനി സ്വാഭാവികമായും ഇവിടെ അറിയാനുള്ളത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. ഇവിടെ ശ്രീ പി രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടാകുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ പോലും വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ പോലും ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് ഈ വിഷയങ്ങളോടൊക്കെ സ്വീകരിച്ചിട്ടുള്ള മൃദു സമീപനം അതുതന്നെയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കാൻ, പ്രത്യേകിച്ച് നേരത്തെ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ BJPയെ ഒരു പരിധിവരെ സഹായകരമായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ് കോൺഗ്രസിന്റെ?
സൗമ്യ, രാജ്യത്തൊട്ടാകെ ഇത്തരത്തിൽ ഹൈന്ദവ അജണ്ടകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബീഫ് നിരോധനം ഇപ്പോൾ കേരളത്തിലേക്കും വ്യാപിപ്പിക്കുന്നതിനായി കേന്ദ്ര മന്ത്രാലയം തന്നെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കേന്ദ്ര കൃഷി സഹമന്ത്രി തന്നെ ഇത്തരത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് പിന്നിലെ അജണ്ടകളും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് പ്രത്യേകിച്ച് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഫുഡ് പ്രൊഡക്റ്റുകളിൽ ബഫല്ലോ പ്രൊഡക്ട്സ് എന്ന് വിളിപ്പേരിട്ട് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഫുഡ് പ്രൊഡക്റ്റുകളിൽ ഇത്തരത്തിൽ ഗോമാംസമാണ് പ്രധാനമായി ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന നിർദ്ദേശം എന്നാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഭക്ഷ്യ വിഭവങ്ങളിൽ പശു മാംസം ഉണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമായി പരിശോധിക്കണമെന്നും രഹസ്യവും പരസ്യവുമായി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അത് ചർച്ച ചെയ്യുന്നതിനായിട്ട് കൂടിയാണ് ഇന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളതും. ഇതിനുശേഷമാകും ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തോട് തന്നെ ശുപാർശ ചെയ്യുമെന്നും കേന്ദ്ര കൃഷി സഹമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നതും ഇതാണ്. കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ബീഫ് നിരോധനം നടപ്പിലാക്കിയത്. അതിനാൽ തന്നെ ബീഹാറിലടക്കം NDA അധികാരത്തിലെത്തിയാൽ ഒരുപക്ഷെ പൂർണ്ണമായി ബീഫ് നിരോധന സംസ്ഥാനമാക്കും. ഗുജറാത്തിനെ പോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലെ തന്നെ മധ്യപ്രദേശ് പോലെ ഛത്തീസ്ഗഡ് പോലെ പൂർണ്ണമായി ബീഫ് നിരോധന സംസ്ഥാനമാക്കുമെന്ന NDAയുടെ അവകാശവാദങ്ങൾ തള്ളിക്കളയണമെന്നുമായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അവകാശപ്പെടുകയും ചെയ്തത്. 1957 കോൺഗ്രസ് ആയിരുന്നു ഇത്തരത്തിൽ ഗോക്കളെ സംരക്ഷിക്കണമെന്ന നിലപാടുകൾ ആദ്യം സ്വീകരിച്ചതെന്നും BJPയുടെ ഇപ്പോഴത്തെ നിലപാട് രാഷ്ട്രീയ കള്ളക്കളിയാണെന്നും ഒക്കെയായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിന്റെ അടക്കമുള്ള പരാമർശങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ആദ്യം നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം നടപ്പിലാക്കൂ എന്ന സൂചനകളാണ് ഇത്തരത്തിൽ കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി തന്നെ ദിഗ്വിജയ് സിംഗിന് അയക്കുന്ന കത്തിൽ സൂചിപ്പിക്കുക എന്നാണ് സൂചന. അതിനുശേഷം ഇത്തരത്തിൽ കേരളത്തിലടക്കം പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഗോമാംസ നിരോധനം നടപ്പിലാക്കുക എന്ന അജണ്ടകൾ തന്നെയാണ് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി കത്തിൽ ഉൾക്കൊള്ളിക്കുക എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് കുറച്ച് നിമിഷങ്ങൾക്കകം ഇത്തരത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നുണ്ട്. ഈ യോഗത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ എത്രമാത്രം അറവുശാലകളുണ്ട്, ഗോമാംസ അറവുശാലകളുണ്ട് എന്നിവ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇവർ കൊണ്ടുപോയേക്കുമെന്നാണ് സൂചന. തുടർന്ന് ഈ കണക്കുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയേക്കും. തുടർന്ന് എത്രമാത്രം ആളുകളുടെ ഉപഭോഗം ഇത് സംബന്ധിച്ചുണ്ട്, കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യ വിഭവങ്ങളിൽ എത്രമാത്രം ഗോമാംസം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നവ സംബന്ധിച്ചും വളരെ കൃത്യമായ കാര്യങ്ങൾ ഇത് ഈ ചർച്ചയിൽ ഉന്നയിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഇത്തരത്തിൽ ഗോമാംസം വളരെ കൂടുതലായി ഉണ്ടെന്നും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലൂടെ ഇത്തരത്തിൽ പശുക്കളെ കയറ്റുമതി ചെയ്യുന്നത് അമിതമായി വർദ്ധിച്ചുവെന്നും കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഗോമാംസ കയറ്റുമതി കച്ചവടം പൂർണ്ണമായും രാജ്യത്ത് നിന്ന് ഒഴിവാക്കുക എന്ന ഹിഡൻ അജണ്ടകൾ തന്നെയാണ് ഈ ഇന്നത്തെ യോഗത്തിലും ചർച്ചയാവുക. സൗമ്യ, മനു, ഇനി ഇതിന്റെ ഒരു സാഹചര്യം, ഇനിയുള്ള നടപടികൾ, അതിനെക്കുറിച്ചൊക്കെയാണ് സ്വാഭാവികമായും നമുക്ക് ആശങ്ക ഉണ്ടാവുക. ഇങ്ങനെ ഒരു നിലപാട് ആരാഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് എന്താണ് ഇനി BJP ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ? BJP തീർച്ചയായും രാജ്യത്തൊട്ടാകെ ഇത്തരത്തിൽ ബീഫ് നിരോധനം നടപ്പാക്കുക എന്ന അജണ്ടകൾ തന്നെയാണ് പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത് പൂർണ്ണമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനു പിന്നാലെ മറ്റു ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി ഇത്തരത്തിൽ ബീഫ് നിരോധനം പൂർണ്ണമായി നടപ്പാക്കുക, പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഇത് ഇത്തരത്തിലൊരു തീരുമാനങ്ങൾ എത്രയും വേഗം നടപ്പാക്കുക എന്ന അജണ്ടകൾ തന്നെയാണ് BJP നേതൃത്വവും സ്വീകരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് കേന്ദ്ര കൃഷി സഹമന്ത്രി സഞ്ജീവ് ബലിയാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നടപ്പാക്കുമ്പോൾ ഒരുപക്ഷെ കേന്ദ്ര നിർദ്ദേശത്തോടു കൂടിയാണ് ഇത് നടപ്പാക്കുന്നത് എന്നത് വ്യക്തമാണ്. അതിനാൽ തന്നെ കേരളത്തിലടക്കം പൂർണ്ണമായി ഇത്തരത്തിൽ അറവുശാലകൾ പൂട്ടിക്കുക, ബീഫ് നിരോധനം നടപ്പാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ VHP അടക്കമുള്ള RSS അടക്കമുള്ള സംഘടനകളുടെ നേതാക്കളുടെ പ്രതികരണവും ഇത്തരത്തിലായിരുന്നു. ഗോ മാതാവാണ്. അതിനാൽ തന്നെ ബീഫ് നിരോധനം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന തീരുമാനമായിരുന്നു ഇത്തരത്തിൽ ഹിന്ദുത്വ വർഗീയവാദികളുടെ പ്രസ്താവനകളിലും വ്യക്തമായിരുന്നത്.
ഇത്തരത്തിൽ ഗോക്കളെ കൊല്ലുന്നത്, പ്രത്യേകിച്ച് ഗോമാംസം ഭക്ഷിക്കുന്നവർ കൊല്ലപ്പെടേണ്ടവർ തന്നെ എന്നായിരുന്നു ദാദ്രയിലെ കൊലപാതകത്തെ പ്രതികരണം ആരാഞ്ഞപ്പോൾ VHP ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ തന്നെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണമായിരുന്നു അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഹിന്ദുത്വവാദികളുടെ ആശയങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക എന്ന BJP തത്വങ്ങൾ ഇത്തരത്തിൽ ഹിഡൻ അജണ്ടയിലൂടെ ഇത്തരത്തിൽ കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രിയുടെ യോഗത്തിലൂടെയൊക്കെ നടപ്പാക്കുക എന്ന പ്രായോഗിക ലക്ഷ്യത്തിലേക്കാണ് BJP ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലടക്കം പൂർണ്ണമായി ബീഫ് നിരോധിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ BJP പയറ്റുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. ഇന്ന് കേന്ദ്ര കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും ഇത് തന്നെയാകും പ്രധാന ചർച്ചയാകുക. തുടർന്ന് ഇത്തരത്തിലുള്ള അറവുശാലകളുടെ കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചതിനു ശേഷം കോൺഗ്രസിനെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനായി വെല്ലുവിളിക്കുക, ഇതിനുശേഷം ഇത്തരത്തിൽ രാജ്യമൊട്ടാകെ ബീഫ് നിരോധനം നടപ്പാക്കുക, ഇതിനായി ഹിന്ദുത്വവാദികളുടെ പിന്തുണ പൂർണ്ണമായി ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യങ്ങൾ തന്നെയാണ് BJP ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യവ്യാപകമായി ബീഫ് നിരോധിക്കാനുള്ള നീക്കം തയ്യാറെടുപ്പിലാണ് BJP. ഇതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് നിലപാടറിയിക്കാൻ കത്തയച്ചു.